വ്യക്തത വരുത്തിയത്. ഇതെല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനം, ഞാൻ ഒരു കാര്യം പറയട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയാൽ ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതല്ലേ? 100% ഞാൻ യോജിക്കുന്നു. ഒരു മണിക്കൂർ നേരമുള്ള ചർച്ചയിൽ നിങ്ങൾക്ക് എനിക്ക് അനുവദിക്കാൻ വേണ്ടി പോകുന്ന 10 മിനിറ്റോ 15 മിനിറ്റോ ആണ്. അതിനിടയിൽ നിങ്ങൾ ഇങ്ങനെ കാര്യം സംസാരിക്കേണ്ട കാര്യമില്ലെന്ന്. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല, ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. എന്നോട് ചോദിക്കുന്നതിന് ഞാൻ മറുപടി പറയല്ലേ പ്രകാശ് മാഷേ? നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും, എനിക്കൊരു പ്രയാസവും ഇല്ല. നിങ്ങളെ ചോദ്യത്തിന് ഞാൻ നിങ്ങൾ അധ്യാപകൻ, ഞാൻ കുട്ടിയാ, എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതാ ചോദിച്ചത്. നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇരിക്കാം. ഞാൻ നിങ്ങൾ അധ്യാപകൻ, ഞാൻ കുട്ടിയാ അല്ലെന്നല്ലോ. അധ്യാപകരും കുട്ടികളും മാത്രമാണോ ചോദ്യം ചോദിക്കുക ഒരു രാജ്യത്ത്? നിങ്ങളെ ചോദ്യത്തിന് പത്രക്കാർ ചോദിക്കുന്ന ചോദ്യമല്ലേ? ആരോ ചോദിച്ചോട്ടെ, നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ. ഇതൊന്നും പറയാനല്ലായിരുന്നു ചർച്ച. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM നിലപാട് പറയാനാണ്. അത് പറയാൻ എനിക്ക് അവസരം വേണം. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം പറയാനല്ല ഞാൻ ഇരിക്കുന്നത് നിങ്ങളുടെ ചർച്ച തന്നെ എന്തിനു വേണ്ടിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ചർച്ചയിൽ പങ്കെടുക്കാനല്ല, ചർച്ച എന്തിനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങ് കോൺഗ്രസിനെ കുറിച്ച് ഒന്നുമല്ല, തീർച്ചയായിട്ടും. എന്താ പറയണ്ടേ, ആളുകൾ പറയണ്ടേ? ശരി, അങ്ങനെ ആവട്ടെ. നിങ്ങളുടെ ചർച്ച എന്തിനു വേണ്ടിയാ? മലയാളിക്ക് അത് അറിയാം, പക്ഷേ അത് കാണികളോട് പറയാൻ ഉത്തരവാദിത്തം നമുക്കുണ്ടല്ലോ. നിങ്ങളുടെ ചർച്ച LDFനെ ഇനിയും എങ്കിലും കുറ്റപ്പെടുത്താൻ ചില പോയിന്റുകൾ കിട്ടുമോ നോക്കാനാണ്. അല്ലാതെ കോൺഗ്രസിനോ അടൂർ പ്രകാശിനോ ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന വിഷയം വന്നിരിക്കുന്നു. ഇത് കോൺഗ്രസ് മറുപടി പറയേണ്ട വിഷയമാണ് എന്ന് പറയാനൊന്നുമല്ല. അല്ല, കോൺഗ്രസ് മറുപടി പറയാനുള്ള വിഷയമാണെന്ന് പറയാൻ കുറ്റപ്പെടുത്താൻ ഞാൻ അവരോട് ചോദ്യം ചോദിക്കാൻ വരെ അങ്ങ് കാത്തു നിന്നില്ലല്ലോ. ഞാൻ കോൺഗ്രസ് പ്രതിനിധിയോട് ഈ ചർച്ചയിൽ ഇതുവരെ ഒരു ചോദ്യം ചോദിക്കാൻ ഉള്ള സമയം പോലും ആയിട്ടില്ല. ആദ്യമായിട്ടാണോ? മുൻവിധിയാണ്. മാതൃഭൂമിയുടെ ചർച്ചയിൽ ഞാൻ ആദ്യമായിട്ടൊന്നല്ലോ പങ്കെടുക്കുന്നത്. ഇതിനാണ് നമ്മൾ മുൻവിധി എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടൊന്നല്ലോ പങ്കെടുക്കുന്നത്. പക്ഷേ നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കർത്തരാട്ടോ. ശരി, അപ്പോ അതാണ് മുൻവിധിയുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം മുൻവിധിയുണ്ട്. മാതൃഭൂമി എന്ന് പറയുന്നത് LDF വിരുദ്ധ മാധ്യമമാണ്. അന്നേ പറഞ്ഞില്ലേ ഇവനാൾ പരമനാറിയാണെന്ന്. ശരി, ആ മുൻവിധി കൊണ്ടായിരിക്കും അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതും. കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് നിങ്ങളുടെ പ്രവർത്തനം നോക്കുന്ന, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നിങ്ങളെ കാണുന്ന ഏത് മലയാളിക്കും അറിയാം മാതൃഭൂമി ഒരു LDF വിരുദ്ധ മാധ്യമമാണ്. ശരി, LDF വിരുദ്ധ വാർത്തകളാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. ശരി, മാതൃഭൂമി ഒരു LDF വിരുദ്ധ മാധ്യമമാണെന്ന് പറയാനുള്ള ജനാധിപത്യപരമായ അവകാശം എന്തായാലും അങ്ങേക്കുണ്ട്. അല്ല, നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നാണമില്ലേ നിനക്ക് ഇങ്ങനെ സംസാരിക്കാൻ? നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ എന്നെ സമ്മതിക്കണം. ഞാൻ പറയുന്നത് മാതൃഭൂമി ഈ കാര്യം ചർച്ച ചെയ്യുന്നത് ഉദ്ദേശശുദ്ധിയോടെ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ അടൂർ പ്രകാശിനെതിരായിട്ട് അന്വേഷണം നടക്കുന്നുള്ള വാർത്ത സാധാരണ ഒരു CPM-നെതിരായിട്ടുള്ള ഒരാൾക്കെതിരായിട്ടാണെങ്കിൽ നിങ്ങളുടെ ചർച്ച എന്തായിരിക്കുമെന്ന് കാണികൾക്കറിയാം. നിങ്ങൾ ഇന്ന് കോൺഗ്രസ് ഇതിൽ കുറ്റവാളിയാണെന്ന് സ്ഥാപിക്കാനല്ല ചർച്ച എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തു കാര്യത്തിനും നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട മറ്റൊന്നുമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രണ്ടാം ഊഴം LDFന്റെ ഗവൺമെന്റ് കണ്ടുപിടിക്കുക മാത്രമേ ഉള്ളൂ. ഞാൻ പറയട്ടെന്ന് നിങ്ങൾ അതിന് ചോദിച്ചോ? നിങ്ങൾ ക്ഷണിച്ചിട്ടേ വന്നത്. അതെ, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ഉദ്ദേശം അതെ, ഞാൻ പറയുന്നത് നിങ്ങൾ 4 പേരെ CPM-നെതിരായിട്ട് പറയാൻ വേണ്ടി കൊണ്ടിരുത്തിയിട്ട് ഞാൻ പറയുമ്പോൾ ഇടപെടുന്നത് ശരിയല്ലെന്നേ പറയുന്നേ. നിങ്ങളുടെ ഉദ്ദേശത്തെക്കുറിച്ച് ഞാൻ കാണികളോടെ പറയും, നിങ്ങളോടല്ല. മാതൃഭൂമിയുടെ ഉദ്ദേശം ഈ ചർച്ചയിൽ അടൂർ പ്രകാശിനോ കോൺഗ്രസിനോ പങ്കുണ്ടോ എന്ന് സ്ഥാപിക്കലോ അത് സംബന്ധിച്ച് ചർച്ച ചെയ്യലോ അല്ല. നിങ്ങൾക്ക് ഇടതുപക്ഷത്തെയും ഈ ഗവൺമെന്റിനെയും കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള നിലക്കാണ് ചർച്ച, അല്ലാതെ വേറെ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ചർച്ച സ്വാഭാവികമായിട്ട് ഇപ്പോൾ CPM-ന്റെ ഒരാളുടെ പേര് ഈ നിലക്ക് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നു എന്ന് വന്നാൽ മാതൃഭൂമിയുടെ ചർച്ച ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. മാതൃഭൂമി CPM-നെ കുറ്റപ്പെടുത്താൻ, അയാളെ കുറ്റപ്പെടുത്താൻ, അത് സ്ഥാപിച്ചെടുക്കാൻ എത്ര കാര്യമായിട്ട് ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ നിങ്ങൾ 3 പേരെ കൊണ്ട് അണിനിരത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുണ്ട് ഇവിടെ ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്താൻ. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഈ വിഷയത്തിൽ LDF ഗവൺമെന്റിന്റെ നിലപാട് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഈ ഗവൺമെന്റ് ഹൈക്കോടതിയുടെ ഒരു അന്വേഷണം വേണം, ഹൈക്കോടതി നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ടത് ഈ ഗവൺമെന്റാണ്. അത് വെച്ചുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് ഇവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിശ്ചയിച്ചിരിക്കുന്നത്. അവരന്വേഷിക്കുകയാണ്. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഗവൺമെന്റ് ഇടപെടില്ല എന്നുള്ള കാര്യം ഗവൺമെന്റ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താ പിന്നെ ബാക്കി നാളെ സമയമായിരിക്കണു. എന്താ തെക്കൻ കാറ്റ് വീശാറായാ പിന്നെ